ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 3 കർമ്മയോഗം ശ്ലോകം 41. തസ്മാത് ത്വം ഇന്ദ്രിയാണി ആദൗ നിയമ്യ ഭരതർഷഭ പാപ്മാനം പ്രജഹി ഏനം ജ്ഞാനവിജ്ഞാനനാശനം. തസ്മാത് ത്വമിന്ദ്രിയാണ്യാദൗ നിയമ്യ ഭരതർഷഭ പാപ്മാനം പ്രജഹി ഹേനം ജ്ഞാനവിജ്ഞാനനാശനം. കഴിഞ്ഞ ശ്ലോകങ്ങളില് ഭഗവാൻ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യമാണ് അർജുനനോട് പറഞ്ഞത്. അപ്പോൾ വീണ്ടും പറയുകയാണ്, അർജുന, ഞാൻ ഈ പറഞ്ഞതൊക്കെ ശ്രദ്ധയോടുകൂടി കേട്ടല്ലോ. അതുകൊണ്ട് ശത്രുവിന്റെ പ്രഥമ കേന്ദ്രമായ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക. ഈ പാപിയായ കാമം ആധ്യാത്മിക ജ്ഞാനത്തെയും ശാസ്ത്രീയ വിജ്ഞാനത്തെയും നശിപ്പിക്കുന്നതാണ്. ഈശ്വരനിൽ ഉറച്ച മനസ്സോടെ ഈ കാമമായ പാപിയെ നീ നശിപ്പിക്കുക. ആദ്യമേ തന്നെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാൽ ആത്മജ്ഞാനത്തെയും ശാസ്ത്രീയ ജ്ഞാനത്തെയും നശിപ്പിക്കുന്ന പാപിയായ കാമത്തെ ജയിക്കാനായിട്ട് സാധിക്കും. അത് നമ്മൾ ഓരോരുത്തർക്കും സാധിക്കും എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഭഗവാൻ അർജുനനോട് പറയുന്ന ഈ ഓരോ വാക്കും നമ്മളോടാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും കാമങ്ങൾ, അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ, നമുക്കെല്ലാവർക്കും ഓരോരോ ആഗ്രഹമുണ്ടല്ലേ, പക്ഷേ അതൊന്നും അത്യാഗ്രഹമാകരുത്. ഒന്നിനോടും, സുഖത്തിനെയും ദുഃഖത്തിനെയും എല്ലാം നമുക്ക് ഒരുപോലെ കാണാനായിട്ട് സാധിക്കണം. എല്ലാം ആ ഭഗവാന്റെ കൈകളിൽ ഏൽപ്പിക്കുക. ആ ഭഗവാനെ നിസ്വാർത്ഥ ഭക്തിയോടുകൂടി, പ്രേമ ഭക്തിയോടുകൂടി നമ്മൾ അങ്ങനെ ഭജിക്കുക. അപ്പോൾ നമുക്ക് ഭഗവാൻ ഒരു വഴി കാട്ടിത്തരും എല്ലാത്തിനും. ഹരേ കൃഷ്ണ. ഭഗവാൻ പറയുകയാണ്, ഹേ ഭരതർഷഭ, അതായത് ഹേ ഭാരതശ്രേഷ്ഠ. ഭാരതശ്രേഷ്ഠ എന്ന് ആരെയാണ് വിളിക്കുന്നത്? അർജുനനെ. തസ്മാത്, അതുകൊണ്ട്, ത്വം നീ, ആദൗ ആദ്യമായി, ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങളെ, നിയമ്യ നിയന്ത്രിച്ചിട്ട്, ജ്ഞാനവിജ്ഞാനനാശനം ജ്ഞാനത്തെയും വിജ്ഞാനത്തെയും നശിപ്പിക്കുന്ന, ഏനം പാപ്മാനം ഈ പാപിയെ, അതായത് കാമത്തെ, പ്രജഹി ഹനിച്ചാലും, അതായത് നശിപ്പിച്ചാലും. ഹരേ കൃഷ്ണ.